Hi, hello guys. Welcome back to our channel Qatarmalluvlogs. I am Soundnath. I am Sarah. അപ്പോൾ നമ്മുടെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താ പരിപാടി? ഇന്ന് ഒരു പ്ലാൻ ഇക്ക ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്തൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വെച്ച് രൂപമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ചലഞ്ചിന്റെ എല്ലാം ഇക്കാണ്. ഇക്ക പറഞ്ഞോളൂ. അപ്പോൾ നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സസ് മലബാറിയിലെ വിജിൽ ബ്രോയും അംബികയും കൂടെ ചേർന്ന് ഒരു ചലഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഇടയ്ക്ക്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനും അത് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. നമ്മളത് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ മലയാളം. ഒള്ളി മലയാളം. ഒള്ളി മലയാളം, സോറി. ഒള്ളി മലയാളം. മലയാളം മാത്രമേ ഒള്ളി മലയാളം അല്ല, മലയാളം മാത്രം. അതെ, സോറി, ഒള്ളിയല്ല, മലയാളം മാത്രമേ സംസാരിക്കാവൂ. അതായത് ഇക്കാനോട് പറഞ്ഞത് 3 റൗണ്ട്സ് ഉണ്ട്. 3 റൗണ്ട്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 3 റൗണ്ടാണ്. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ക്വസ്റ്റ്യൻ ചോദിക്കാം. പക്ഷേ ആൻസർ ചെയ്യുന്നത് മലയാളത്തിൽ മാത്രമേ ആൻസർ ചെയ്യാവൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ദൈനംദിന ജീവിതത്തിൽ ഇംഗ്ലീഷ് വേർഡ്സ് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് എത്രത്തോളം മലയാളം പറയാൻ പറ്റും. അതെ, ഇംഗ്ലീഷ് വേർഡ്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഒരു ഇംഗ്ലീഷ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക അങ്ങനെയല്ല. ചില വേർഡ്സ് ഒക്കെ നമ്മൾ എന്തായാലും ഇംഗ്ലീഷ് യൂസ് ചെയ്യുമല്ലോ. അപ്പം അതുപോലും യൂസ് ചെയ്യാണ്ട് എങ്ങനെ മുഴുവൻ മലയാളത്തിൽ തന്നെ സംസാരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വെൽക്കം ടു അവർ ചാനൽ. വീഡിയോസ് കാണുക, ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചു. 1.5 മിനിറ്റ് ടൈം വെച്ചിട്ടുണ്ട്. ഒരാൾക്ക് 1.5 മിനിറ്റ് വെച്ചിട്ട് 3 റൗണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറൊരു നിബന്ധനകളുണ്ട്. 10 സെക്കൻഡ് കൂടി മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഔട്ടാവും. 1.5 മിനിറ്റ്. ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, നാട്ടിലെവിടെയാണ്? തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്ത് എവിടെയാണ്? തിരുവനന്തപുരത്ത് ശ്രീകാര്യം എവിടെയാണ് പഠിച്ചത്? എന്ന സ്ഥലത്ത്. എവിടെ പഠിച്ചത്? ഞാൻ പഠിച്ചത് 3 സ്ഥാപനങ്ങളിലായിട്ടാണ് പഠിച്ചത്. 3 സ്ഥാപനം എങ്ങനെയാവും? 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് പഠിച്ചത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ. ഓക്കെ, ഏതൊക്കെയാന്ന് പറഞ്ഞേ? മാറിവാനി, ഫാത്തിമ മാത, കർമ്മറാണി. ഏത് ഏരിയയിൽ പറ്റും? 4-5 റേങ്ങണ്ടല്ലേ? മാറിവാനി മെഡിക്കൽ കോളേജോ? നാലാഞ്ചിറ. മെഡിക്കൽ കോളേജ് അല്ല, നാലാഞ്ചിറ. പിന്നെ ഫാത്തിമ മാത കൊല്ലം, കർമ്മറാണി കൊല്ലം. കൊല്ലത്ത് എവിടെയാ? കൊല്ലത്ത് ഫാത്തിമ മാത പ്രോപ്പർ കൊല്ലം. അപ്പോൾ ഞാൻ ജയിച്ചിരിക്കുന്നു ഇതിൽ. അടുത്തത് അപ്പോൾ 1 പോയിന്റ് എനിക്ക് അടുത്തത് പിടിച്ചു. അപ്പോൾ അടുത്ത ഒരു വേർഡ് പറഞ്ഞാൽ അങ്ങ് തോക്കോ? തോക്കും. പിന്നെ അതിൽ കീമിന്റെ റൂള്. അപ്പോൾ ഇനി അടുത്ത എന്നോട് ചോദ്യം ചോദിക്കണം. തുടങ്ങിക്കോളൂ. അപ്പം സോറി, 1 minute 30 seconds. എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ജോലി ആകാശത്ത് കൂടെ പോകുന്ന വാഹനത്തിന്റെ. ആകാശത്തൂടെ പോകുന്ന വാഹനം? അതിനൊരു വാഹനമുണ്ട്. അതിന്റെ അതിലേക്ക് അതെന്താ വാഹനം? ആ വാഹനത്തിന്റെ പേരില്ലേ? പേര് ആകാശനൗക. ആകാശനൗകയോ? അതിന് വേറെ പേരുണ്ട്. ആ പേര് പറയൂ. അതിവിടെ പറയാൻ പറ്റില്ലല്ലോ. ആകാശനൗക. നൗക മീൻസ് ബോട്ടല്ലേ? ഇത് അങ്ങനെ പറയാം. ആകാശത്തൂടെ പോകുന്ന ആ നൗകയിലേക്ക് കേറാനുള്ള. ആകാശത്ത് കൂടെ അങ്ങനെ ഒരു നൗകയൊന്നും പോകുന്നുണ്ട്. അപ്പൊ നൗകയുടെ പെട്ടകം ആകാശത്ത് ഇല്ല, അങ്ങനെ ഒരു നൗക ഇല്ല ആകാശത്ത്. അങ്ങനൊരു നൗകയുണ്ട്. നൗക മീൻസ് ബോട്ട്. ഇതിപ്പോ നീ അങ്ങനെ വിചാരിച്ചാൽ മതി. അതിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള കടലാസ് ശരിയാക്കുന്ന ഒരു ജോലിയാണ്. പ്രവേശിക്കാനുള്ള കടലാസോ? കടലാസ് ശരിയാക്കുന്ന ഒരു ജോലിയാണ്. ആകാശത്തൂടെ പോകുന്ന നൗക ഒരു തെറ്റായിട്ടുള്ള വാക്കാണ്. ഓക്കെ, അത് കുഴപ്പമില്ല. അപ്പം ആ നൗകയിലേക്ക്, താങ്കൾ പറയുന്ന നൗകയിലേക്ക് പോകാനുള്ള കടലാസ് ശരിയാക്കാൻ എന്താണ് പഠിച്ചത്? അത് 6 മാസത്തെ ഈ ടൈം വളരെ സ്പീഡിൽ പറയേ. 6 മാസത്തെ ഒരു മനപ്പൂർവ്വം എന്നിട്ട് 6 മാസത്തെ ഇടവേളക്ക് ശേഷം ഇന്ന് ചൂടൻ വരുന്നു. 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ത് ചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. നീ പോടാ മോനെ ദിനേശ്. ആകാശത്ത് കൂടെ നൗകയല്ലേ, വിമാനം. അതിന്റെ പേര് വിമാനം, നൗക. പെട്ടെന്ന് കിട്ടിയില്ല.
അപ്പോൾ രണ്ടാമത്തെ റൗണ്ട് കൂടെ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് എത്ര മക്കളാ? 2 പേരല്ലേ? എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്? ഒരു ക്യാരറ്റ് കഴിക്കും, പാല് കുടിക്കും, ചോറ് കഴിക്കും, ഇഡലി, ദോശ, സാമ്പാർ എല്ലാം കഴിക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം എന്താ? പാത്തുനാണെങ്കിൽ ക്യാരറ്റ്, പിന്നെ ക്യാരറ്റ്, ചോറ്, ദോശ, ഇടിയപ്പം എല്ലാം കഴിക്കല്ലേ? ഇഷ്ടപ്പെട്ട അങ്ങനെ അപ്റ്റോമൽ അങ്ങനെ എന്തെങ്കിലും? പാല് കുടിക്കും, സ്വാഭാവികം. പിന്നെ സെർലാക്ക് അങ്ങനെ കുടിക്കില്ല? ഇല്ല അങ്ങനെ കൊടുക്കാറില്ല? കൊടുക്കാറേ ഇല്ല. ജ്യൂസ് ഒന്നും വാങ്ങി കൊടുക്കാറില്ല? ഇഷ്ടപ്പെട്ട ജ്യൂസ് ഏതാണ്? അങ്ങനെ പച്ചവെള്ളം തന്നെയാണ് കൂടുതൽ ഇഷ്ടം. മിനറൽ വാട്ടർ ആയിരിക്കും കൊടുക്കുന്നത്? അല്ല, മിനറൽ വാട്ടർ ഞാൻ തിളപ്പിച്ച വെള്ളമാണ് കൊടുക്കുന്നത്. തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളം. അങ്ങനെയല്ല, ഞാൻ വെള്ളം ഒരു പാത്രത്തിൽ പിടിച്ച് തിളപ്പിച്ച് തണുപ്പിച്ച് കൊടുക്കും. പിന്നെ നമ്മൾ ഇപ്പൊ ലാസ്റ്റ് ഹോസ്പിറ്റലിൽ പോയതപ്പോഴാ? എൻ്റെ ഓർമ്മയില് ആമിക്ക് കുത്തിവയ്പ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇനി എത്ര മാസത്തിലുള്ളത്? ഇനി 1 വയസ്സിനുണ്ട്. പിന്നെ ആമിയുടെ ബർത്ത്ഡേ നമ്മൾ എന്തൊക്കെ പരിപാടി? അയ്യോ, വാക്സിനേഷൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുത്തി ചോദിച്ചത്. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏത് വാഹനമാണ്, ഏത് വെഹിക്കിളാണ് ഇഷ്ടം? വാഹനം 4 ചക്രം ഇഷ്ടമാണ്. നാട്ടിൽ പോയാൽ ഇരുചക്രം. ഇരുചക്രം എന്ന് വെച്ചാൽ സൈക്കിളൊക്കെ വരുമല്ലോ. ഇരുചക്രത്തിൽ ഏതാണ് ഇഷ്ടം? ഇരുചക്ര വാഹനം, അതേ ഉള്ളൂ. ഇരുചക്ര വാഹനങ്ങൾ ഒരു ഇഷ്ടം കാണുമല്ലോ, അതേതാ? അങ്ങനെ ഇരുചക്ര വാഹനം എല്ലാം ഇഷ്ടമാണ്, ഒന്നായിട്ട് പറയാനില്ല. 2 ടയർ അല്ലെങ്കിൽ മറ്റേ കൊച്ചങ്ങ വെച്ചിട്ട് തള്ളിക്കൊണ്ടു പോകുന്ന അതൊന്നും പ്രശ്നമല്ല. ഓക്കെ, ഭക്ഷണത്തിൽ ഏതാണ് ഇഷ്ടം? ആഹാരമെല്ലാം കഴിക്കും, ഏതായാലും പ്രശ്നമല്ല. എങ്ങനെ ഇരിക്കുന്നതാണ് എനിക്ക് ചിരി വരുന്നത്. ഓക്കെ, നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ എന്തോ ടിക്കറ്റൊക്കെ ചെയ്യുന്നതാണെന്ന്. ആ ടിക്കറ്റ് എങ്ങനെയാ ചെയ്യുന്നത്? എന്തെങ്കിലും വെറുതെ ഇങ്ങനെ എഴുതി കൊടുക്കുകയാണോ ചെയ്യുന്നത്, അല്ലാതെ തന്നെ എങ്ങനെയാ ചെയ്യുന്നത്? എഴുതി കൊടുക്കാനാണ് ഇഷ്ടം. അങ്ങനെ പ്ലെയിനിലൊന്നും എഴുതി കൊടുത്തൊന്നും കയറില്ല. ആരാ, പ്രസിഡന്റ് ആണോ എഴുതി വിട്ടുകൊടുത്ത്? പ്രസിഡന്റ് എഴുതിയാൽ പോലും കിട്ടില്ല. അപ്പോഴാണ് നമ്മളൊരു യന്ത്രത്തിൽ തട്ടിയത് ശരിയാക്കിയിട്ട്, യന്ത്രത്തിൽ തട്ടി അത് ശരിയാക്കി ഒരു കടലാസിലാക്കി ആൾക്കാരുടെ കൊടുക്കും. യന്ത്രത്തിൽ തട്ടുമ്പോ കടലാസിൽ എങ്ങനെ വരും? അത് അതിൻ്റെതായ വഴിയിൽ വന്നോളും. ഇവിടെ എന്താ മലയാളം മാത്രമേ പറയാവുള്ളൂ, നമ്മൾക്ക് എങ്ങനെയും പറയാം. ഞാൻ ആലോചിച്ചിരിക്കുന്നില്ലോ, പറയുന്നുണ്ടല്ലോ അല്ലേ? 3ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. 2 വീലർ ലൈസൻസ് ഉണ്ടോ? ഇല്ല. 4 വീലർ ലൈസൻസ് ഉണ്ടോ? എന്താ 2 വീലർ ലൈസൻസ് കിട്ടാത്തത്? പേടിയായതുകൊണ്ടാണ് കിട്ടാത്തത്. എന്താ യൂട്ടേൺ അടിക്കാനാണ് പേടി? എന്താ എനിക്ക് വണ്ടി, ഇരുചക്ര വാഹനത്തിന്റെ ഇങ്ങനെ വളയ്ക്കാൻ എനിക്ക് പേടിയാണ്. അതുകൊണ്ടാണല്ലേ? വണ്ടിയിൽ നിന്ന് വീണിട്ടുണ്ടോ? വീണിട്ടുണ്ടല്ലേ? ഇന്നെന്താ കഴിച്ചത്? ഇന്ന് ചോറ്. രാത്രി എന്താ? രാത്രി ബിരിയാണി വെക്കാമെന്നാണ് പ്ലാൻ. പിന്നെ അടുത്ത റൗണ്ട് ആവശ്യമുണ്ടോ? ഓക്കെ, എന്തായാലും എടുത്തോ. അടുത്ത റൗണ്ട് ആവശ്യമുണ്ടോ? ഞാൻ ജയിച്ചില്ലേ? അപ്പോൾ വിജയകരമായി ഞാൻ ജയിച്ചിരിക്കുന്നു. ഇക്ക പറഞ്ഞ കുറച്ചിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ സ്ലോ മോഷനിൽ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ കിട്ടിയതായിരുന്നു. സ്പീഡിൽ പറഞ്ഞതാണ് പറ്റിയ പ്രശ്നം. എന്തൊരു വിഷമം പോലെ. ഒന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണില്ല എന്ന് എനിക്കറിയാം. ഞാൻ തോറ്റതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര വിഷമമാണെന്ന് എനിക്കറിയാം. കുറേ പേര് എന്നോട് പറയുന്നുണ്ട്, നീ എന്തെങ്കിലും തോക്കുന്നതെന്ന്. ആദ്യത്തെ റൗണ്ട്സിലെല്ലാം ഫുള്ളി ഇവളാ ജയിച്ചു. നമ്മുടെ മുന്നത്തെ ചലഞ്ചസ് നോക്കി അറിയാം, എല്ലാത്തിനും പുള്ളിക്കാർ ജയിച്ചിരുന്നത്. പിന്നെ എല്ലാവരും പറഞ്ഞ് ഞാനും കുറച്ചൊന്ന് സെക്കൻഡ്, എന്താ പറയുക,
ചടകുടഞ്ഞെണീറ്റു. അപ്പൊ ഇനി ഞാനും വല്ലപ്പോഴും ജയിക്കണ്ടേ? ഇപ്പൊ 3 ഞാൻ തന്നെ എങ്ങനെയാ ജയിക്കും? വല്ലപ്പോഴും ഇപ്പൊ എല്ലാ ചലഞ്ചിലും ഇക്കാനാ ജയിക്കുന്നത്. അടുത്തത് നമുക്ക് രക്ഷിക്കാം. എന്താ തളരുതില്ല അമ്മുകുട്ടി. ഇനി ഞാൻ ജയിച്ചാലും എല്ലാരും വിചാരിക്കും പാവം മനഃപൂർവ്വം തോറ്റു കൊടുത്തോണ്ടാണ് അവിടെ ജയിച്ചതെന്ന്. അങ്ങനെയൊന്നുമില്ല. അതിപ്പോ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയാവുന്നതാണ്. പിന്നെ ഞങ്ങൾ ഓഗസ്റ്റ് 27 ഞങ്ങൾ ടീ സ്പോട്ടിൻ്റെ ഒരു വീഡിയോ ഇട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അതിൻ്റെ വിന്നേഴ്സിനെ ആർക്കൊക്കെയാണ് കിട്ടിയതെന്ന് ഞങ്ങൾ ലൈവിൽ വന്നിട്ട് ഓഗസ്റ്റ് 27 പറയുന്നതായിരിക്കും. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാ ഇത് പറയുന്നതെന്ന്. ഓഗസ്റ്റ് 27 ഞങ്ങൾ ലൈവായിട്ട് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലൈവിന് എല്ലാവരും കാണണം 27 ഓഗസ്റ്റ്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.